الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى اله وصحبه وبارك وسلم عليه اللهم وصل ثواب وقرئنا وبنا لا حضرة النبي المصطفى محمد صلى الله عليه وسلم اللهم اجعل حضرات سعادة الانبياء والمرسلين صلوات الله وسلامه على نبينا وعليه اجمعين اللهم اجعل حضرات الانبياء اللهم اجعل حضرات صغيرا وكبيرا ذكرا وانثى اجمعين اللهم اجعل الشهداء والصالحين يا ارحم الراحمين شيخنا عبد الله محفوظ العزيز اللهم الى حضرات الصلاه العالمين اللهم الى حضرات ابائنا وامهاتنا ومن قريبائنا ومن اساتذتنا المسلمين اللهم اغفر لنا وارحمنا وارحمنا اللهم بارك لنا في جميع ما انعمت علينا يا حفيظ يا حفيظ من جميع البلاء اللهم ارفع عنا وعن المسلمين وعن الصالحين كل بلية وضاء اللهم سلمنا اياك وامراض شتى يا ذا الجلال والاكرام يا حي يا قيوم ربنا اتنا في الدنيا حسنه وفي الاخره صلى الله تعالى وسلم على سيدنا وآله وصحبه أجمعين والحمد لله. സ്നേഹമുള്ള സഹോദര അൽഹംദുലില്ലാഹ് നമ്മളെ കുറ്റിക്കടവിൽ വളരെ കാലം ആ മഹല്ലിൽ പരിസര പ്രദേശങ്ങളിൽ നേതൃത്വം നൽകുകയും തത്വകൊണ്ട് ഉപദേശിക്കുകയും നല്ല രീതിയായിട്ടുള്ള ഉപദേശത്തെ അദ്ദേഹത്തിന്റെ ആണ്ട് ഒരു വർഷവും ഒഴിഞ്ഞു പോകാതെ ആ പരിസരം ആ പ്രദേശത്തെ നിവാസികൾ ഇപ്പൊ നമ്മുടെ കോവിഡ് കാരണമായി വലിയ രീതിയിലൊന്നും നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അവരുടെ നാട്ടുകാരുടെ ഒപ്പം പോയാൽ കഴിയുന്ന രീതിയിൽ അവിടെ അവരുടെ നമ്മളെ എല്ലാ വിപത്തിലും നല്ലൊരു പണ്ഡിത ഒരു വലിയമാണ് എന്റെ കേൾവി. അദ്ദേഹത്തെ പണക്കാരന്റെ കാലഘട്ടത്തിൽ
ചുമരിൽ മാന്റെ തല തലയായതുകൊണ്ട് വിരോധമില്ല പറയും ഓട്ടോ അദ്ദേഹത്തെ വളരെ കർശനമായ എതിർപ്പുകളായി അദ്ദേഹം ആ ചുമരിലുള്ള ഓട്ടകൾ ഒരു സലാഹിയത്തിൽ വീട്ടിൽ അദ്ദേഹത്തെ ആവശ്യം ആ വീട്ടിലെ കാര്യസ്ഥനായ അതവിടെ മാറിയില്ല. അങ്ങനെ والغير بيده وإن لم يستطع بلسانه الله ورسوله ഒരു മുൻകരായ കാര്യം അദ്ദേഹത്തെ രക്ഷപ്പെട്ടാൽ അത് അറിയുകയും അവിടെ ഒരു സ്വലാഹിയത്തെ സ്ഥാപിക്കുകയും ഒരു ശീലം ഈ നാട്ടിൽ തന്നെ അദ്ദേഹം ജോലി ചെയ്യുന്ന നേതൃത്വം നൽകുന്ന ആ നാടിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ആ നാട്ടിൽ ദീനിയായ ചുറ്റുപാട് പള്ളികൾ സ്ഥാപിച്ച് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായി അച്ചടക്കത്തോട് ആ മഹല്ല് നല്ല സാധാരണ പണ്ഡിതന്മാരും മാമന്മാരുമാരും ഒത്തൊരുമിച്ച് സംഘടിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നു ഓർമ്മ ശരിയാകുകയാണെങ്കിൽ അവസാനം വരെ മരണം വരെ അദ്ദേഹം വളരെ അത് നേതൃത്വം പണ്ഡിതന്മാർ പലരും പല രൂപത്തിൽ എല്ലാ രംഗത്തും എല്ലാവരെയും ആവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിനോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചിട്ടയാണ് പഴയ കാലത്ത് പല ആലിമീങ്ങളും പല സ്വഭാവത്തിലും അവരുടെ സ്വഭാവമാണ് അവിടെ നല്ല തടസ്സം മഹല്ലത്തിന്റെ അങ്ങനെ സ്നേഹിച്ചു അവരുടെ ശിഷ്യന്മാരും പിൻതലമുറയിൽ വലിയ നേതാക്കന്മാരുടെ വലിയ ആലിമീങ്ങളും നല്ല വായുവായ ഏത് ഏത് പ്രശ്നം മാത്രം ഉണ്ടായിരുന്നു അതിനൊക്കെ കണ്ണും ചുണ്ടി ഓടി വരാൻ അല്ലെങ്കിൽ അവരുടെ ശബ്ദത്തിൽ പിടിച്ചാൽ അവരത് പരിഹാരം പറയുന്നതല്ലാതെ പുറത്തിറങ്ങി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ആളുകളൊക്കെ ശേഖരിച്ച് പങ്കെടുപ്പിച്ച് ദീനിയായ പ്രവർത്തനങ്ങൾക്ക് നല്ല അത്ഭുതം സൃഷ്ടിക്കുന്ന അതേസമയം അത്ര മാലിന്യങ്ങളും ധാരാളം കഴിഞ്ഞ പോലെ വലിയ അവർക്ക് പടുകൂട്ടന്മാരായ ശിഷ്യന്മാരും വലിയ വലിയ അലിമീകളും നല്ല ഭാഷയാണ് കൃഷി പോലെ വ്യാപിച്ച് നമ്മുടെ ചുറ്റുപാട് അന്നുണ്ടായിരുന്നില്ല. ആ കൂട്ടത്തിൽ സർക്കാരുമായി ബന്ധപ്പെടുന്നില്ലെങ്കിൽ ആ മഹല്ല് ഓരോ അവന്റെ ദീനിയായ ചിന്തയിൽ ഏതെങ്കിലും ഭാഗത്ത് ഫോണുകളിൽ വീഴ്ച അത് പറഞ്ഞ് മനസ്സിലാക്കി എല്ലാവരും ദീനിന്റെ ആചാരങ്ങളെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് സാധാരണ പണ്ഡിതന്മാർക്ക് ലഭിക്കാത്ത പൗരാണ് ഓർമ്മ ശരിയാണെങ്കിൽ കുറ്റിക്കടവിൽ അദ്ദേഹത്തെ അനുസരിക്കാം, അദ്ദേഹം പറഞ്ഞാൽ അംഗീകരിക്കാം. ഒരു കുട്ടി പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ കുട്ടികളാകട്ടെ
ഒരു എല്ലാവരും സുസമ്മതമായ എല്ലാവരും അദ്ദേഹത്തിന്റെ കീഴിൽ അണിനിരന്ന ചരിത്രമാണ് ചെറുപ്പ പോലത്തെ പ്രദേശത്തിന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ. ഇത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പലർക്കും അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ പല കറാമത്തും ആ കറാമത്ത് സത്യത്തിൽ ഔലിയാക്കളുടെ കറാമത്ത് അമ്പിയാക്കന്മാരും മനുഷ്യത്തോടാണ് ദീനീ ലോകം പ്രചരിക്കാൻ ഏറെ സാധ്യതകൾ ഇപ്പവുമുണ്ട്. വലിയ വലിയ നബിമാർക്ക് വലിയ വലിയ ആ കറാമത്ത് സത്യത്തിൽ അവരുടെ ദീനീ ബന്ധപ്പെടുത്തുന്ന ഔലിയാക്കളാവുന്ന അവരുടെ കറാമത്താണ് ഈ ദീനീ ബന്ധപ്പെടുത്തുന്നത്. ദീനിന്റെ ആ മഹാന്മാരായ അല്ലാതെ രോഗം മാറി അല്ലെങ്കിൽ കണ്ണേറ് പോലെ അതിനോട് കാവ്യായ അനുബന്ധ കാര്യങ്ങൾ പ്രധാന ഓഹിന്റെ ജീര് അതിന്റെ ഉയർച്ചയിലേക്ക് ഉയർന്നു വളർന്നു ഇതാണ് ആ വിഷയത്തിൽ അദ്ദേഹത്തെ ഇസ്ലാമിന്റെ പുറത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഇല്ലാത്ത ഇതര സമുദായത്തിലുള്ള ആളുകൾ അദ്ദേഹത്തെ അവർക്ക് നേരിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ആ കാര്യം അവർ മുസ്ലിമീങ്ങളും ബഹുമാനും കൃത്യമായി അറിയില്ല ഇത്ര മഹാന്മാരുടെ ആ ആണ്ടുകൾക്ക് നല്ല സംഭാവന ചെയ്യുന്നു മുസ്ലിം. കാരണം അവർ പലപ്പോഴും വിഷമുണ്ടാവും ആ മുസ്ലിം തങ്ങളെ ആണ്ടിലേക്ക് മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒക്കെ പോയിട്ടേ ഇവിടെയും ഉണ്ടാവും. അപ്പൊ അത് ആ മഹാന്മാരുടെ അത്തരം ആളുകൾ ഞാൻ ഊഹിക്കും. ഇപ്പോ ഈ വലിയ രോഗം വലിയ വിഷമോ ഒരു മറവിയാതെ നാട്ടിൽ പടർന്നിട്ടുണ്ട്. അത്തരം മഹാന്മാർ ഇപ്പോൾ ഉണ്ടെങ്കിൽ അവരൊന്ന് ഈ രോഗത്തോട് നേടാൻ കഴിയുമായിരുന്നു ഞാൻ മനസ്സിലാക്കി. ആ വർക്കത്തോട് നമ്മുടെ എല്ലാ വശങ്ങളെയും ഇന്ന് കാണുന്ന എല്ലാ ചിന്തകളെയും പ്രയാസങ്ങളെയും സന്തോഷത്തോടെ ഈ ആണ്ട് കഴിഞ്ഞ് സഹകരിക്കുകയും സംഭാവന ഒത്താശ മുഴുവൻ അവരുടെ വർക്ക് ആ മഹാന്മാരായ സ്വാധീനങ്ങളായ ആളുകളുടെ ഈ നിങ്ങളെയും നിങ്ങളുടെ നാടിനെയും അദ്ദേഹത്തെ നല്ല അവർ കിടക്കുന്ന ആളുകൾ നാട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ ബോധമുണ്ടാകുന്ന بما غفر لي ربي وجعلني حبيب المزارع എന്റെ കൗമാണ് എന്റെ ജനങ്ങളാണ്. അവരെ അവർക്ക് ഹിദായത്ത് ഒരുപാട് കൊല്ലം നിങ്ങൾ ഇവിടെ താമസിച്ച് ഈ ചാടലിനെ പറ്റി ഓർമ്മയുണ്ടാകും. അവരുടെ മനസ്സ് അദ്ദേഹത്തെ നിലനിർത്താൻ ഞാൻ പറഞ്ഞ ജീവന്റെ ഒറ്റക്കെട്ടായിരുന്നു ആ മഹാൻ ആ മാർഗം സ്വീകരിച്ചോട്ട് കുട്ടികളും വലിയവരും ചെറിയവരും ഒക്കെ സഹകരിച്ച് അദ്ദേഹം നേരിട്ട്
അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ സ്വതക്ക, അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ നൽകുന്ന സംഭാവന, അതാണ് നമ്മളൊക്കെ നോക്കാതെ പറയുന്ന ജീവിതം ആ മഹാൻ യുവാവിന്റെ അവിടുത്തെ നൽകുന്ന ഒരുപാട് നല്ലവരായ ജനങ്ങൾക്ക് നല്ല 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 സംഭാവന, ആ സംഭാവന സ്വരൂപിച്ച് അവിടുത്തെ മദ്രസയും അവിടുത്തെ അവര് ചോദിച്ചിരുന്നാൽ മരണപ്പെട്ടാൽ ആ കാര്യം നമ്മൾ ഓർമ്മയിൽ മഹല്ലത്തിലെ അവരുടെ നേതൃത്വത്തിൽ ഒരു കാലത്താണ് ഇന്നും ഊഹിയായ നഷ്ടപ്പെടുത്തുന്നത് മാത്രമാണ്. നമ്മുടെ കുടുംബത്തെ ഈ നല്ല സ്വാധീനം السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين ولا عاقبة للمتقين ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب رسولك سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعلم شعائر الله فإنها من تقوى. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കുറ്റിക്കടവ് മുസ്ലിം ജമാഅത്ത് നടത്തുന്ന CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെയും കുറ്റിക്കടവ് ജമാഅത്ത് പള്ളിയിൽ 40 വർഷക്കാലം ദർസ് നടത്തിയിരുന്ന താനൂർ അബ്ദുറഹ്മാൻ ഷേഖിന്റെ പൗത്രന് കൂടിയായ അബ്ദുള്ള മുസ്ലിയാരുടെയും ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് നടത്തുന്ന അനുസ്മരണ പ്രഭാഷണത്തിലാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദുദ്യമത്തെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരമുള്ള സൽക്കർമ്മമായി അല്ലാഹു തആല നമുക്ക് കാണിച്ചു തരുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായും ദുആ ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അഥവാ മുസ്ലിങ്ങൾ ഇന്ന് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്.
ഏറ്റവും വലിയ മുസീബത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ വിസ്മരിച്ച് ജീവിക്കുക എന്നതിനേക്കാൾ വലിയ മുസീബത്തൊന്നുമില്ല. മഹാനായ ഇസ്മായിൽ അൽ ബറൂസബി തന്റെ റൂഹുൽ ബയാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി ഏറ്റവും വലിയ മുസീബത്ത് മരണം എന്ന് പറയുന്ന പ്രതിഭാസമാണ്. എന്നാൽ അതിനേക്കാൾ വലിയ മുസീബത്ത് മരണം എന്ന് പറയുന്ന പ്രതിഭാസത്തെക്കാൾ വലിയ മുസീബത്ത് യഥാർത്ഥത്തിൽ അത് വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഇസ്മായിൽ അൽ ബറൂസബി തന്റെ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തി വെച്ചത്. അപ്പോൾ മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്ന ഒരു സംഭവം ലോകത്ത് എല്ലാ ജനങ്ങളും ഒരുപോലെ അനുഭവിക്കാനുള്ളതാണ്. മതമുള്ളവരായാലും ഇല്ലാത്തവരായാലും എല്ലാ ജനങ്ങളും ഒരുപോലെ അനുഭവിക്കാനുള്ള യാഥാർത്ഥ്യമാണ് മരണം. അത് നാം മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ മതത്തിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അക്സിറു ഹാദിമൽ ലദ്ദാത്ത്, എല്ലാ സുഖാനുഭൂതികളെയും മുറിച്ചു കളയുന്ന മരണസ്മരണയെ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ എല്ലാ സുഖാനുഭൂതികളെയും കുറിച്ചു കളയുന്ന കാര്യമാണ്. ഒരു ചരിത്രത്തിൽ വായിക്കാനിടയായിട്ടുണ്ട്, നല്ല തടിയുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം തന്റെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി. പക്ഷെ ആ മരുന്നൊന്നും ഫലിച്ചില്ല. അദ്ദേഹം എല്ലാവരും പ്രശംസിക്കുന്ന ഒരു വിശുദ്ധരനെ, ഒരു വൈദ്യനെ കാണാൻ അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ഒരു സൈക്കോളജിയാണ് അദ്ദേഹത്തിന് മരുന്നായി കൊടുക്കുന്നത്. അഥവാ നിങ്ങളിനി അദ്ദേഹത്തിന്റെ പൾസൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി കൂടുതൽ കാലവും നിങ്ങൾ ജീവിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ തടി കുറയ്ക്കാനുള്ള മരുന്ന് ഒന്നും ഇനി നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല, നിങ്ങൾ കയറി വന്നാൽ ഒരു 40 ദിവസത്തെ ആയുസ് കൂടിയുള്ളൂ എന്ന് ആ മനുഷ്യനോട് പറഞ്ഞു. അദ്ദേഹം ആ നിമിഷം മുതൽ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓരോ ദിവസവും 39, 38, 37 എന്നിങ്ങനെ പറഞ്ഞ് ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ മരണത്തിലേക്ക് അടുക്കുകയാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് ആ മനുഷ്യന്റെ മാനസികമായ പ്രയാസം അദ്ദേഹത്തെ അലട്ടുന്നു. അദ്ദേഹത്തിന് ഒരു സൗകര്യവും അദ്ദേഹത്തിന് സൗകര്യമായി തോന്നുന്നില്ല, ഒരു ആനന്ദവും തനിക്ക് സമാധാനം നൽകുന്നില്ല. അദ്ദേഹം മുഴുവൻ സമയങ്ങളിലും ടെൻഷൻ അനുഭവിക്കുകയാണ്. അവസാനം അദ്ദേഹം 1, 2 എന്നിങ്ങനെ ദിവസങ്ങൾ എണ്ണാൻ തുടങ്ങി. അവസാനത്തെ നിമിഷം വന്ന് 40 പൂർത്തിയായി, ഇന്ന് എപ്പോഴെങ്കിലും എന്റെ മരണമുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. പക്ഷേ അദ്ദേഹം മരിച്ചില്ല. അവസാനം അയാൾ ആ വൈദ്യനെ തന്നെ സമീപിക്കും. അദ്ദേഹത്തിന് എന്തൊന്നില്ലാത്ത കലിപ്പുണ്ട്, ദേഷ്യമുണ്ട്, എന്നാൽ മരിച്ചില്ലല്ലോ എന്ന സന്തോഷവും അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട്. പക്ഷേ 40 ദിവസം പിന്നിട്ടപ്പോൾ ആ മനുഷ്യൻ വളരെ പാകപ്പെട്ട് സ്കെൽറ്റായി തടിയെല്ലാം മെലിഞ്ഞ് ഒട്ടിയ ഒരവസ്ഥയിലേക്ക് മാറി. അപ്പോൾ ആ വൈദ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞ് കൃത്യമായ ദിവസമെല്ലാം പറഞ്ഞ് എന്നെ നിങ്ങൾ വിഷമിപ്പിച്ച് പ്രയാസപ്പെടുത്തി മാനസികമായി വല്ലാതെ പീഡിപ്പിച്ച്, പക്ഷെ ഞാൻ മരിച്ചില്ല. നിങ്ങളുടെ ട്രീറ്റ്മെന്റ്
ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ ആ വൈദ്യൻ അദ്ദേഹത്തോട് പറഞ്ഞത്, എന്റെ ട്രീറ്റ്മെന്റ് നിങ്ങളുടെ തടി വണ്ണം കുറയ്ക്കുക എന്നത് അത് ഇവിടെ ഇപ്പോൾ സാധ്യമായിരിക്കും. അത് തന്നെയാണ് ട്രീറ്റ്മെന്റ്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വളരെ വലിയ ഒരു യാഥാർത്ഥ്യം. മരണസ്മരണയെ നിങ്ങൾ വർദ്ധിപ്പിക്കുക. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലേക്ക് അവൻ നൽകുമ്പോഴും അവൻ ഉദ്ദേശിക്കുന്ന കാര്യം നാം ഈ ഭൗതികതയെല്ലാം വെടിഞ്ഞ് അള്ളാഹുവിന്റെ സ്മരണയിൽ ജീവിക്കുന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് ഉണ്ടാക്കി തീർക്കുക എന്നതാണ്. പല ആളുകളും ചിന്തിച്ചു പോകും, എന്തിനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മഹാമാരിയെ അല്ലാഹു ഈ ഭൂമി ലോകത്തേക്ക് വിട്ടയച്ചത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹാമാരിയെ തുടർന്നുകൊണ്ട് പല ആളുകളും പല വിഷമങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിക്കുമ്പോൾ സിട്ടാവായ അല്ലാഹുവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യരായ നമ്മൾ ഈ പ്രകൃതിയിൽ എന്തു തന്നെ ഉണ്ടായാലും ശരി, മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും. ഒരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൈസൽ മുഅ്മിനു ബിദ്ദആനി വലാ ബിദ്ദആനി വലൽ ഫാഹിശി വലൽ ബദീ. മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും ആക്ഷേപിക്കുന്നവനാകാൻ പാടില്ല. വലാ ബിദ്ദആനി, ഒരാളെയും ശപിക്കുന്നവനാകാൻ പാടില്ല. വലൽ ഫാഹിശി, അശ്ലീലം പറയുന്നവനോ, വലൽ ബദീ, അസഭ്യം പുലമ്പുന്നവനോ വിശ്വാസിയായി കൂടെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഈ ലോകത്ത് എന്തു തന്നെ സംഭവിച്ചാലും ശരി, അള്ളാഹുവിന്റെ ഖദറിലും ഖദാഇലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരാതിയില്ല. അവൻ അള്ളാഹുവിന്റെ ചെയ്തികളെ കുറിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യശരങ്ങളില്ല. അതെല്ലാം ഖാലിഖായ റബ്ബിന്റെ നിശ്ചയമാണ്. ഇതിൽ നാം വിശ്വസിക്കുകയും അള്ളാഹു നൽകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും സഹനം അവലംബിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ എനിക്ക് ഗുണങ്ങളുണ്ട്, പ്രതിഫലങ്ങളുണ്ട് എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളുടെ ഈമാൻ വർദ്ധിക്കുകയും പ്രതിഫലങ്ങൾ അവൻ കുംഭാരമായി ഇരട്ടിയാവുകയും ചെയ്യുകയാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വെറുപ്പായിരിക്കും. ഒരു ഹദീസിൽ കാണാം, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ലാ തസുബ്ബു റീഹ ഫൈദാ റഅയ്തും മാ തക്റഹൂന ഫഖൂലു അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി ഹാദാ റീഹി. ചിലപ്പോൾ നിങ്ങൾക്ക് അനിഷ്ടകരമായ രൂപത്തിൽ കാറ്റടിച്ചു വീശിയേക്കാം. അപ്പോഴും നിങ്ങൾ എന്തൊരു കാറ്റെന്ന് പറഞ്ഞു കാറ്റിനെ ചീത്ത പറയാൻ പാടില്ല. കാരണം എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലോകത്തുള്ള എല്ലാം സൃഷ്ടിച്ചത് ഞാനാണ്. ഈ പ്രകൃതിയെ നിങ്ങൾ കുറ്റം പറയരുത്. ലാ തസബ്ബു ദഹ്റ ഫഇന്നല്ലാഹ ഹുവ ദഹ്ർ. കാലത്തെ നിങ്ങൾ കുറ്റം പറയരുത്. കാരണം കാലത്തെ സംവിധാനിച്ചവനും അത് സൃഷ്ടിച്ചവനും ഞാനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മുസ്ലിമിന്റെ ഹദീസ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. പ്രകൃതിയിൽ ആഞ്ഞു വീശുന്ന കാറ്റ്, ശക്തമായ കാറ്റ്, നമ്മുടെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ എന്തിനാണ് ഈ കാറ്റിനെ അല്ലാഹു തആല അയച്ചത്, ഇതുകൊണ്ട് എന്ത് ഗുണാണ്, നാശനഷ്ടങ്ങളല്ലാതെ എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ കാറ്റിലുള്ള നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ കാറ്റിൽ വല്ല തിന്മയും നീ വിധിച്ചെങ്കിൽ ഇതിനെത്തുന്ന ഞാൻ കാവൽ തേടുന്നു എന്നാണ് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. പ്രഭാത സമയത്ത് അതിശക്തമായ ഉറക്ക് അനുഭവിക്കുന്ന ഒരു വിശ്വാസി
അവന് സുബഹി സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ പൂവൻ കോഴിയുടെ കൂവൽ കേൾക്കുമ്പോൾ അനിഷ്ടകരമായി തോന്നിയേക്കാം. ഇതുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിർത്തുകയാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലാ തസുദ്ദീക ഫഇന്നഹു യൂഖിദു ലിസ്വലാത്തി. പൂവൻ കോഴി കൂവുമ്പോൾ നിങ്ങളുടെ ഉറക്ക് ഉണർന്നാൽ നിങ്ങൾ ആ കോഴിയെ ശകാരിച്ചു ചീത്ത പറയരുത്. കാരണം അത് വിശ്വാസികളെ നിസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രകൃതിയോട് സമരസപ്പെട്ട് ജീവിക്കാൻ നമുക്ക് കഴിയും. ലോകത്ത് എന്ത് തന്നെ സംഭവിച്ചാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കാത്ത ഒരു കാര്യവും ഇവിടെ നടപ്പിലാവുകയില്ലെന്ന വിശ്വാസം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകും. ആരോഗ്യമുള്ള സമയമുണ്ടാകും, അനാരോഗ്യമുള്ള സമയമുണ്ടാകും. ഇപ്പോൾ നമ്മുടെ ചിലപ്പോൾ ചില വീടുകളിൽ അല്ലെങ്കിൽ അയൽവാസികളിൽ, കുടുംബങ്ങളിൽ, മാതാപിതാക്കളിൽ, ജ്യേഷ്ഠ സഹോദരങ്ങളിൽ, സഹോദരിമാരിൽ, ഉസ്താദുമാരിൽ, ശിഷ്യന്മാരിൽ, നാട്ടുകാരിൽ, നാമുമായി ബന്ധപ്പെട്ട ചുറ്റുവട്ടങ്ങളിലെല്ലാം കോവിഡ് രോഗം വരി മുറുക്കി ഓരോ ദിവസവും നമ്മിൽപ്പെട്ട പല അംഗങ്ങളെയും അത് കാർന്ന് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കോവിഡ് രോഗത്തെ പ്രിയപ്പെട്ടവരെ നാം പഠിക്കണം. പനിയെ നമ്മൾ ആക്ഷേപിക്കരുത്. പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതും പറയാതെ പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹയുടെ അരികിൽ സമീപിച്ചു. അപ്പോൾ ശക്തമായ പനി അനുഭവിക്കുന്ന സഹോദരിയാണ്. ഫഖാല, നബി തങ്ങൾ ചോദിച്ചു, മാലകി തുസഫ്സഫീന, എന്താണ് സഹോദരി ഉമ്മ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ പനി കൊണ്ട് കിടുങ്ങുകയാണ്, വിറക്കുകയാണ്. ഖാലത്ത്, ആ സമയത്ത് ഉമ്മുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, അൽഹമ്മാ ലാ ബറകല്ലാഹു ഫിഹാ, ഒരു ഗുണവുമില്ലാത്ത പനിയുടെ കാരണത്താൽ ഞാൻ വിറക്കുകയാണ്. ആ സമയത്ത് ആ പനിയെ വേണ്ടതുപോലെ പരിഗണിക്കാതെ അല്ലെങ്കിൽ അതിനെ ശകാരിച്ചുകൊണ്ടാണ് ഉമ്മുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പ്രതിവചിക്കുന്നത്. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ലാ തസുഫിൽ ഉമ്മാ, പനിയെ നിങ്ങൾ ചീത്ത പറയരുത്. ഫഇന്നഹു തദ്ഹബു ഖത്തായ ബനി ആദമ കമാ യുദ്ഹിബുൽ കീറു ഖബസൽ ഹദീദ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു കൊല്ലപ്പണിക്കാരന്റെ പ്രവർത്തനം കൊണ്ട് ഇരുമ്പിൽ നിന്ന് തുരുമ്പ് ഒഴിഞ്ഞു പോകുന്നത് പോലെ പനി ബാധിച്ച മനുഷ്യന്റെ വിശ്വാസിയിൽ നിന്ന് പനി വിട്ടുപോകുമ്പോൾ അവന്റെ പാപങ്ങൾ മുഴുവനും ഉതിർന്നു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കാര്യത്തോടും അങ്ങനെയാണ് പ്രവാചകന്റെ സമീപനം. നമ്മുടെ ഒരു ഭക്ഷണം കഴിക്കുകയാണ്, അല്ലെങ്കിൽ വെള്ളം കുടിക്കുകയാണ്, എന്തൊരു ഭക്ഷണം, ഉപ്പില്ലാത്ത മധുരമില്ലാത്ത വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണത്തെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആക്ഷേപിക്കുക. ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാ കാര്യത്തോടും സമരസപ്പെട്ട ഒരു വിശ്വാസിയായ മനുഷ്യനെ ജീവിക്കാൻ കഴിഞ്ഞാൽ അവന്റെ ചലനവും നിശ്ചലനവും എല്ലാം അല്ലാഹുവിന്റെ ആരാധനയിലാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. നമുക്കറിയാമല്ലോ, വളരെ ശ്രദ്ധയോടുകൂടെ നാം ജീവിക്കുക. വിശ്വാസിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ഒരുപാട് യാതനകളും വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും. വിശ്വാസിയായി എന്ന കാരണം കൊണ്ട് മാത്രം ഞാൻ അങ്ങ് സ്വർഗത്തിൽ പോകാമെന്ന് നമ്മൾ ആരും വിചാരിച്ചായിരിക്കും. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുന്നത് അങ്ങനെയാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. മുൻഗാമികളായ ആളുകൾക്ക് ബാധിക്കാത്ത, മുൻഗാമികളായ ആളുകൾക്ക് ബാധിച്ചത് പോലെയുള്ള ഒരു പ്രയാസങ്ങളും അനുഭവിക്കാതെ സ്വർഗത്തിലേക്ക് അങ്ങ് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല.
അല്ലാഹു തആല പറയുന്നു മസ്സത്തുഹുൽ ബൽസാഉ വല്ലറാഉ, പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരെ പിടികൂടിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. വസുൽസിലൂ, ഭൂമി ഉലുക്കം പോലും അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം നിങ്ങൾ അറിയണം. ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകരും ആ പ്രവാചകനിൽ വിശ്വസിച്ച സത്യവിശ്വാസികളും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ ഒരു സഹായം എപ്പോഴാണ് ഞങ്ങൾക്ക് വന്നെത്തുന്നതെന്ന് പോലും ചോദിക്കുന്ന അവസ്ഥ അവർക്കുണ്ടാകുമാർ അവർക്ക് പല പ്രയാസങ്ങൾ അനുഭവിച്ചു ഭൂമി ഉലുക്കങ്ങൾ ഉണ്ടായ പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്തു ഷഹാദ വിശ്വസിച്ചതുകൊണ്ട് മാത്രം നമ്മൾ സ്വർഗ്ഗത്തിൽ പോകും. നമ്മൾ നിസ്കരിച്ചു, നമ്മൾ നോമ്പനുഷ്ഠിച്ചു, പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണം ഇതുപോലെ തന്നെ അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുമ്പോഴും നമുക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഗളബ് ഇവിടെ ഇറങ്ങിയ സമയമായി. അല്ലാഹുവിന്റെ ദേഷ്യം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു തആല ഭൂമി ലോകത്ത് പരീക്ഷണങ്ങൾ ഇറക്കുമ്പോൾ അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം അവൻ ചെയ്തു പോയ പാപം പൊറുക്കാൻ അല്ലാഹുവിന്റെ കാരുണ്യമായി അവന് നൽകുന്നതാണ് പരീക്ഷ. അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാത്ത വിശ്വാസിക്ക് അല്ലാഹുവിന്റെ കാരണമായി ചില പരീക്ഷണങ്ങൾ നൽകുന്നു. അതിൽ ക്ഷമിക്കുമ്പോൾ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. എന്നാൽ പിന്നെ സത്യവിശ്വാസികളായ പ്രവാചകന്മാർക്ക് പോലും പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളെ വിലയിരുത്തേണ്ടത് പാരത്രികമായ അവരുടെ ദർജയെ ഉയർത്തുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ സമീപത്ത് അല്ലാഹു അവർക്ക് നൽകുന്ന ഗ്രേഡുകൾ ഉണ്ടല്ലോ, ആ ദർജ അതിന്റെ ഇരട്ടിയായി വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും പരീക്ഷണങ്ങൾ നൽകുന്നതെന്ന് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പിന്നെ ചിലപ്പോൾ ഒരു പക്ഷേ പരീക്ഷണം നൽകുന്നത് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചത് കൊണ്ട് അല്ലാഹുവിന്റെ ഗളബ്, അല്ലാഹുവിന്റെ ദേഷ്യം കാരണമായി അവനെ ശിക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ പരീക്ഷണങ്ങളും വരാം. അല്ലാഹു തആല അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ നാം അനുഭവിക്കുന്നതെങ്കിൽ റഹീമായ അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാവട്ടെ. ആത്മാർത്ഥമായി നാം അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഈ കോവിഡ് രോഗം വന്നതിന് ശേഷം വരുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ എന്തൊക്കെ, ആ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ജീവിതത്തിന് എന്തു മാറ്റങ്ങളാണ് ഈ കോവിഡ് രോഗം എന്നിൽ വരുത്തിയിട്ടുള്ളത് എന്ന് പ്രിയപ്പെട്ടവരെ ഒരു പുനർവിചിന്തനം നടത്തേണ്ട സമയമായി. കൂടുതൽ സുന്നത്ത് കൊണ്ട് നാം കാണുക, ഖുർആനുമായി കൂടുതൽ നാം ബന്ധപ്പെടുക, സുന്നത്ത് നമസ്കരിക്കുക, കൂടുതൽ ദിക്റുകൾ ചൊല്ലുക. പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തെ സുന്നത്തുകളോട് അനുധാവനം ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് അവസരം തരാറുണ്ട്. മുൻകാലത്തെ അപേക്ഷിച്ച് ഏതു മേഖല എടുത്ത് പരിശോധിച്ചാലും വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം അല്ലാഹുവിൽ പ്രതിഫലമുണ്ടാകണമെങ്കിൽ ഇഖ്ലാസ് എന്ന് പറയുന്ന ഒരു ആത്മാവ് പ്രിയപ്പെട്ടവരെ ആ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഉണ്ടാകണം. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകൾക്കാണ് വൈൽ എന്ന് പറയുന്ന നരകത്തിലുള്ള ഒരു ഭാഗം. വൈല് എന്ന് പറയുന്ന ആ നരകത്തെ തൊട്ട് മറ്റു നരകഭാഗങ്ങൾ അല്ലാഹുവിനോട് കാവൽ തൊഴിക്കുകയാണ്. അല്ലാഹുവിനോട് സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചവനെ, എന്നെ നീ വൈരാക്കിയില്ലല്ലോ.
അപ്പൊ അത്രയും മോശമാണ്. ഒരു നരകം മറ്റൊരു നരകത്തെ തൊട്ട് കാവൽ തേടണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് എത്ര ഭയാനകരമായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കും. എന്നാൽ ആ വയല് ആർക്കാ? ഒരു സമയം ഒരു തരം നിസ്കാരക്കാർക്കാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിസ്കാരത്തിന്റെ സമയത്തെ തൊട്ട് ശ്രദ്ധയില്ലാതെ നിസ്കാരത്തെ പിന്തിരിപ്പിക്കുന്നവർക്കാണ് വയല് എന്ന് പറയുന്ന നരകം. നിസ്കരിക്കുന്നവർക്ക് തന്നെ നരകമുണ്ട്. എന്നാൽ നമസ്കാരക്കാരെ അല്ലാഹു തആല പ്രശംസിച്ചതും സൂറത്തുൽ മുഅ്മിനീനിൽ കാണാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള ആളുകൾ അവർ വിജയിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അപ്പൊ ഈ രണ്ട് സൂക്തങ്ങൾ തമ്മിലുള്ള വേർതിരിവ് മനസ്സിലാക്കുന്നതിന്റെ മാനദണ്ഡം, ഒന്ന് അല്ലാഹുവിനെ വിചാരിച്ചുകൊണ്ട് നിർവഹിക്കുന്നു, ഒന്ന് ചില കർമ്മങ്ങൾ മാത്രമായി അതിൽ രൂപപ്പെടുന്നു, അതിൽ ആത്മാർത്ഥതയില്ല. അങ്ങനെയാണല്ലോ. മരണപ്പെട്ടു എന്ന് മന്ത്രിയുടെ വീട്ടിൽ മരണം നടന്നു എന്ന് പറഞ്ഞപ്പോൾ ഓടി ഇറങ്ങിയ ഒരാൾ വഴിയിൽ വെച്ചാണ് പറഞ്ഞത്. മന്ത്രിയുടെ ഉമ്മ മരണപ്പെട്ടു എന്നാണ് അയാൾ വിചാരിച്ചപ്പോൾ വഴിയിലെത്തിയപ്പോൾ പിന്നെ അറിഞ്ഞല്ല മന്ത്രിയാണ് മരണപ്പെട്ടത്. അപ്പൊ അദ്ദേഹം തിരിച്ചു പോകും. എന്താണ് കാര്യം? മന്ത്രിയുടെ ഉമ്മയാണ് മരണപ്പെട്ടതെങ്കിൽ ഞാൻ വരുന്നത് അടയാളപ്പെടുത്താൻ അവിടെ ആളുണ്ട്. ഇപ്പോൾ മന്ത്രി തന്നെ മരണപ്പെട്ടെങ്കിൽ ഇനി ഞാൻ ആരെ കാണിക്കാൻ പോകണം. അതുകൊണ്ട് തിരിച്ചു പോകുന്നില്ല. അപ്പൊ പ്രവർത്തനത്തിന്റെ പിന്നിൽ ഇഖ്ലാസ് എന്ന് പറയുന്ന അല്ലാഹു തആല ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യുമ്പോൾ മാത്രമേ ആരാധനയാവുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് അവിശ്വാസികളൊക്കെ അവൾ വീടുണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്, ഭക്ഷണം വിതരണം ചെയ്യുന്നവരുണ്ട്, പല പെൺമക്കൾക്കും വിവാഹം ചെയ്തു കൊടുക്കാൻ സാമ്പത്തികമായി ഒരുപാട് സഹായം നൽകുന്നവരുണ്ട്. പക്ഷേ അവരുടെ ഒന്നും പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നില്ല. കാരണം അല്ലാഹുവിന്റെ ഇഷ്ടത്തിനും ഇംഗതത്തിനും അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഒരാള് ഭാര്യയെ മോഹിക്കും, ഒരാള് ഭാര്യയെ സംസർഗം നടത്തുന്നു, അതിന് കൂലിയുണ്ട്. സ്വഹാബത്ത് ഇത് കേട്ടപ്പോൾ അത്ഭുതത്തോടുകൂടെ ചോദിച്ചു, സ്വന്തം ഭാര്യയെ സംസർഗം നടത്തുന്നതിന് കൂലി ലഭിക്കുമെന്നോ? എന്താണ് നബിയെ ഈ കേൾക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾ മറ്റൊരു പെണ്ണിനെ മോഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറ്റമില്ലേ? എങ്കിൽ പിന്നെ നിങ്ങളുടെ സ്വന്തം ഭാര്യയെ നിങ്ങൾ സംസർഗം നടത്തുമ്പോൾ അതിന് കൂലി ലഭിക്കുമെന്ന് കൂലി ലഭിക്കേണ്ടതല്ലേ? വേണം. പക്ഷേ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെയും പെണ്ണ് ഇവിടെയും പെണ്ണ്, അല്ലെങ്കിൽ വ്യഭിചാരം നടത്തുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ചിന്തിക്കാം, ആ പെണ്ണിന്റെ മാനസികമായ അല്ലെങ്കിൽ ശാരീരികമായ വൈകാരികമായ ഒരു ആഗ്രഹത്തെ ശമിപ്പിച്ചു കൊടുക്കാൻ സഹായിക്കുകയല്ലേ ഇദ്ദേഹം ചെയ്യുന്നത്? അതിലെന്ത് തെറ്റാണ്? അങ്ങനെ ന്യായീകരിച്ചാൽ ലോകത്ത് പിന്നെ ഇബാദത്തല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. അത് വഹാബിയും ജമാഅത്തെ ഇസ്ലാമിക്കാരനും ഖുതുബയെ പരിഭാഷ കൊടുത്താൻ വ്യാഖ്യാനിക്കുന്നത് പോലെ ഒരു ഞൊണ്ടി ന്യായമായ ഖുതുബ എന്ന് പറഞ്ഞാൽ പ്രസംഗമല്ലേ? പ്രസംഗം മനുഷ്യനും മനസ്സിലാവണ്ടേ? തിരിയുന്ന ഭാഷ മലയാളമല്ലേ? അതുകൊണ്ട് മാതൃഭാഷയിൽ ഖുതുബയാകണ്ടേ എന്ന ഒരു 4 കഥയാണ് അവർ അവിടെ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന് ഓരോന്നിനെയും വസ്തുനിഷ്ഠമായി നാം അനാവരണം ചെയ്യുകയും പോസ്റ്റ്മോർട്ടം നടത്തുകയും ചെയ്യുമ്പോൾ അതൊന്നും ശരിയല്ല. ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുകയല്ല. ഇവിടെ ന്യായങ്ങൾക്ക് പ്രസക്തിയില്ല. ചില കാര്യങ്ങൾ നമുക്ക് തിരിഞ്ഞൊന്നു വരാം, ചിലപ്പോൾ ചിലത് നമുക്ക് മനസ്സിലായില്ല.
പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത് എന്ന് വരുമ്പോൾ അതെല്ലാം ഇബാദത്താണ്. അതാണ് ഒരു അന്യ പെണ്ണിനെ, നിക്കാഹ് ചെയ്യപ്പെടാത്ത പെണ്ണിനെ സംസർഗം നടത്തുമ്പോൾ അത് വ്യഭിചാരമാകും. സ്വന്തം ഭാര്യയെ ഭോഗിക്കുമ്പോൾ അത് ഇബാദത്താകുന്നു. തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് അല്ലാഹുവും റസൂലും നമ്മോട് നിർദ്ദേശിച്ച വഴിയിൽ സഞ്ചരിച്ച്, ഒന്ന് സീമകൾ ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഇതനുസരിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെ എല്ലാം ചിട്ടപ്പെടുത്താൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കും. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയും ഇഖ്ലാസും അല്ലാഹുവിന്റെ താല്പര്യവും ഉണ്ടാകുമ്പോൾ മാത്രമേ അത് ഇബാദത്താവുകയുള്ളൂ എന്ന് നാം ചിന്തിക്കുന്നു. ഭൗതികമായ ഈ ലോകത്ത് നാം അനുഭവിക്കുന്ന ഏതേതു കാര്യങ്ങളും അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം, അല്ലാഹുവിന്റെ അസലിയായ ഖദാ പ്രകാരമാണ് നാം നിർവഹിക്കുന്നത്. ഈ ഭൗതികമായ ലോകത്ത് വളരെ തുച്ഛം കാലം നമ്മൾ ജീവിച്ച് അനന്തവിശാലമായ ഒരു ലോകത്തേക്ക് കടന്നു ചെല്ലുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം നശ്വരമാണ്. ഈ ഭൗതികത നശ്വരമാണ്. ഇവിടുത്തെ വീട് നശ്വരമാണ്. ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും നശ്വരമാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ പിന്നെ പാരത്രിക ജീവിതം തിട്ടപ്പെടുത്താൻ ആവശ്യമായ നിലക്ക് ചില സംവിധാനങ്ങൾ നമുക്ക് വേണം. ഉദാഹരണം, ഒരു വീട്ടിൽ 2 3 മക്കളുണ്ട്, അതിലാണും പെണ്ണുമാണ് എങ്കിൽ 10 വയസ്സായ ഒരാങ്ങളെയും പെങ്ങളും തന്നെ സത്യത്തിൽ ഒന്നിച്ചൊരു ബെഡിൽ കിടക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിൽ തെറ്റാണ്. 10 വയസ്സ് പ്രായമായ ഒരാങ്ങളെയും പെങ്ങളും, രണ്ടാൾക്ക് 10 വയസ്സാകണമെന്നില്ല, ഒരാൾക്ക് 10 വയസ്സായാൽ തന്നെ രണ്ടാളും കൂടി ഒരു ബെഡ്റൂമിൽ കിടക്കാൻ, അഥവാ ഒരു പായയിൽ കിടക്കാൻ, ഒരു ബെഡിൽ കിടക്കാൻ, ഒരു കട്ടിലയിൽ കിടക്കാൻ പാടില്ല. അപ്പോൾ അവിടെ സൗകര്യമുള്ള ഒരു വീട് ആവശ്യമായി വരും. ആ വീട്ടിലേക്ക് സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകൾ കടന്നു വരുമ്പോൾ കാണാൻ പറ്റുന്നവരും കാണാൻ പറ്റാത്തവരും ഉണ്ടാകും. ഉദാഹരണത്തിന്, ഒരു വീട്ടിൽ ജ്യേഷ്ഠനും അനുജനും ഒക്കെ 4 പുരുഷന്മാരുണ്ട്, 4 ആളും വിവാഹിതരാണ്. അനുജന്റെ ഭാര്യയെ ജ്യേഷ്ഠന് കാണാൻ പാടില്ല, ജ്യേഷ്ഠന്റെ ഭാര്യയെ അനുജന് കാണാൻ പാടില്ല. ഈ സമയത്ത് ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വൈര്യമായി ഓരോരുത്തരും ചെയ്യുന്ന ഇബാദത്തും നിഷ്ഠയും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ചില സൗകര്യങ്ങൾ ആ വീട്ടിന് ആവശ്യമായി വരും. അത് യഥാർത്ഥത്തിൽ പാരത്രികമായ നിയമങ്ങളെ സൂക്ഷിക്കുന്നതിന് വേണ്ടി ചിട്ടയോടുകൂടെയുള്ള ജീവിതത്തിന് ആവശ്യമായ സംവിധാനങ്ങളാണ്. ഈ അർത്ഥത്തിൽ ലോകത്ത് നാം ചെയ്യുന്ന ഏതേതു കാര്യങ്ങളും പാരത്രികമായ ലോകത്തേക്കുള്ള ആരാധനാ സംവിധാനങ്ങളും അതുപോലെ ഇവിടെ നടത്തുന്ന മുഴുവൻ കർമ്മങ്ങളും സൽക്കർമ്മവുമാണ് എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തപ്പെടുന്നു. ദുന്യാവിന്റെ കാര്യത്തിൽ ഒരിക്കലും നാം ടെൻഷൻ അടിക്കാൻ പാടില്ല. ഇവിടെ ഏറി വന്നാൽ ഒരു 60 വയസ്സ് അല്ലെങ്കിൽ ഒരു 70 വയസ്സ്, ഈ പ്രായം കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും മരണത്തെ രുചി നോക്കി. ഇന്ന് നമുക്കറിയാം, മനാഫു എന്ന് പറയുന്ന ഒരു ഡോക്ടർ മരണപ്പെട്ടു പോയി. നമുക്കറിയാം, മഞ്ചേരി ഹോസ്പിറ്റലിൽ ഒരുപാട് കോവിഡ് രോഗികളെ ട്രീറ്റ്മെന്റ് ചെയ്ത് ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിരുന്ന ആ മനാഫി എന്ന് പറയുന്ന ഡോക്ടർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കോവിഡ് രോഗം ബാധിച്ച് മരണപ്പെട്ടു. എന്താണ് നമുക്കിത് നൽകുന്ന സന്ദേശം? നമുക്കിത് നൽകുന്ന സന്ദേശം, ലോകത്ത് എത്ര വലിയവനായാലും ശരി, ചെറിയവനായാലും ശരി, അള്ളാഹുവിന്റെ തീരുമാനത്തിന് മുമ്പിൽ കീഴൊതുങ്ങുക തന്നെ വേണം. യഥാർത്ഥത്തിൽ ഇവിടെ കോവിഡ് എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട്. ഞാൻ ഇവിടുത്തെ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലുള്ളവരെയോ ചോദ്യം ചെയ്യുകയല്ല, മറിച്ച് നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത, നമ്മുടെ ദൃഷ്ടിയിൽ പെടാത്ത ഈ കോവിഡ് എന്ന് പറയുന്ന ഈ ചെറിയ ഒരു വൈറസിന്,
COVID-19 എന്ന് പറയുന്ന രോഗം വരുത്തുന്ന ഈ ചെറിയ വൈറസിനെ ലോകത്ത് ഇന്നുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഉണ്ടെന്ന് പറയുന്നു. കാണാത്ത ഈ വൈറസ് ലോകത്തെ മുഴുവനും സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു ഈ ജനതയെ പാഠം പഠിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ പ്രിയപ്പെട്ടവരെ, അവർ ഒന്നും വേണ്ട, അള്ളാഹുവിന്റെ ഖുദ്റത്തിന് കീഴിൽ ജീവിക്കുന്ന മനുഷ്യൻ, ലോകം തന്നെ അവന്റെ നിയന്ത്രണത്തിലാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് കാണുന്ന ഓരോ അത്ഭുതങ്ങളും അവന്റെ വിശ്വാസത്തിന് അടിവരയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്. മഹാമാരി എന്ന് പറയുന്ന ഈ ഒരു വലിയ അവസ്ഥയെക്കുറിച്ച് നേരത്തെ തന്നെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2020-ഉം 2021-ഉം കൊറോണ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് നാം ഈ 2 വർഷത്തെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിനേക്കാൾ നല്ല ഒരു നാളെ നമുക്ക് വരുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഭീകരമായ അവസ്ഥകൾ. മുഹമ്മദ് നബി പറഞ്ഞു, ഒരു മാലയിൽ കോർത്തിണക്കിയ മുത്തുമണികൾ നാരങ്ങറ്റുപോയാൽ, ആ നൂലങ്ങറ്റുപോയാൽ എപ്രകാരമാണ് ഭൂമിയിലേക്ക് അത് കുത്തി വീഴുന്നത്, അറ്റു വീഴുന്നത്, ഇതുപോലെ ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് സമൂഹം ഒന്നിനുമേലൊന്നായി പല പല പ്രയാസങ്ങളും അനുഭവിക്കേണ്ട, ദുരിതങ്ങൾ പേറേണ്ട ഒരു കാലഘട്ടമായിരിക്കുമെന്നാണ് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ടെപ്പോഴോ നമ്മൾ എയ്ഡ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അന്ന് നമ്മൾ വിചാരിച്ചു കുറച്ചവനെ എങ്ങനെയാണ് ലോകത്ത് ജീവിക്കാൻ. ഇന്ന് ഇതാ മഹാമാരിയായ കോവിഡ് രോഗം വന്നിരിക്കുന്നു. നമ്മുടെ വീടിന്റെ മുറ്റത്തെത്തിയിരിക്കുന്നു, അയൽവാസിയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. നമ്മുടെ നാടുകളിൽ പല ആളുകളും അതിന്റെ പേരിൽ ഒടുങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പത്രത്തിൽ വായിക്കുമ്പോൾ അത് നമ്മുടെ അയൽവാസിയുടെയോ നാട്ടിലുള്ള ഏതെങ്കിലും സുഹൃത്തിന്റെയോ പേരാണെങ്കിൽ നാളെ പത്രത്തിൽ എന്റെ പേരായിരിക്കും വായിക്കേണ്ടി വരിക എന്ന ചിന്ത നമ്മൾ മറ്റുള്ളവരുടെ മരണവാർത്ത വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട. ഓരോ നിമിഷവും നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു, അതനുസരിച്ചാണ് അള്ളാഹുവിന്റെ അരികിൽ പ്രിയപ്പെട്ടവരെ നമുക്കുള്ള സ്ഥാനമെന്ന് തിരിച്ചറിയുന്നത്. പലപ്പോഴും നമ്മൾ ചോദിക്കും, എത്ര കാലമായി നമ്മൾ ദ്വാരക്കാൻ തുടങ്ങി, എത്ര കാലമായി നമ്മൾ ഒന്നിച്ച് ഇതിനെതിരെ പ്രതിരോധിക്കാൻ തുടങ്ങി, എന്നിട്ടും എന്താണ് ഇത് മാറാത്തത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, അള്ളാഹുവിന്റെ അസലിയായ പല തീരുമാനങ്ങളും പെട്ടെന്ന് മാറിക്കൊള്ളണമെന്നില്ല. അതിനെത്രയോ ഉദാഹരണങ്ങളുണ്ട്. അസലിയായ പല കഥാകളും പെട്ടെന്ന് മാറിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ 2 തരത്തിലുള്ള തീരുമാനങ്ങളാണ്. ഒന്ന് മുബറമായ ഖദാഅ്, മറ്റൊന്ന് മുഅല്ലഖായ ഖദാഅ്. മുബറമായ ഖദാഅ് എന്ന് പറഞ്ഞാൽ അന്തിമമായ തീരുമാനം നടപ്പിലാക്കില്ല, അതിൽ പിന്നെ മാറ്റമില്ല. ലോകത്തെ മുസ്ലിങ്ങൾ എല്ലാവരും ബാബരി മസ്ജിദിന് വേണ്ടി ദുആ ചെയ്യുന്നു. എന്തുകൊണ്ട് അത് സ്വീകരിക്കപ്പെട്ടില്ല? അത് അല്ലാഹുവിന്റെ ഖദാഅ് അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇവിടെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഖദാഅുകളുണ്ട്. നമ്മുടെ ആയുസ്സിന്റെ വർധനവിന് വേണ്ടി നാം ദുആ ചെയ്യാൻ ശ്രമിച്ചാൽ, അവൻ ദുആ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ആയുസ് ആയുസ് കൊടുക്കും. അവന്റെ റിസ്കിന്റെ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഞാൻ അവന്റെ റിസ്ക് വിശാലമാക്കും. ഇങ്ങനെയുള്ള ചില എഴുത്തുകളും തീരുമാനങ്ങളും അല്ലാഹുവിനുണ്ട്. അതിലേതൊക്കെയാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നറിയില്ല. അല്ലാഹുവിന്റെ ഏത് തരത്തിലുള്ള ഖദാഉകൾ വന്നാലും ശരി, വിശ്വാസികളായ നാം നിർവഹിക്കേണ്ട ആരാധന കർമ്മങ്ങൾ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് ഇതിലെല്ലാം അഭികാമ്യമായിട്ടുള്ളത്. ഫലസ്തീൻ ജനത വീർപ്പുമുട്ടുകയാണ്. നമ്മളെപ്പോലെ മജ്ജയുള്ള മാംസമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസം നെഞ്ചിലേറ്റിയ ഈ ജനത പീഡിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് ധർമ്മമുണ്ട്. അവരുടെ മോചനത്തിന് വേണ്ടി, മുസ്ലിംകളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യണം.
നമ്മൾ ആലോചിക്കുന്നുണ്ടാകും, നമ്മൾ സത്യത്തിൽ ഒരു ജയിലറയിലാണ്. ഒരു ഭാഗത്ത് ഫലസ്തീനിന്റെ പ്രശ്നം, വേറെ ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെ ഏത് നിമിഷവും കശാപ്പ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഭരണകർത്താക്കൾ ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തുന്ന സമയം, ഒരു ഭാഗത്ത് മുസ്ലിങ്ങളുടെ ഈറ്റില്ലമായി എല്ലാവരും പറയപ്പെട്ട ദ്വീപ് പോലെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ സംസ്കാരങ്ങളെല്ലാം ഓരോന്നായി കാർന്നു നിന്ന് ആ ദ്വീപ് ജനതയെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ചൂടമായി ഉച്ചാടനം ചെയ്യാൻ അവർ ജുഗുപ്സാവഹമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്തെല്ലാം അതിനിടയിലൂടെയാണ് ആരോഗ്യപരമായി കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരിയെ നാം അനുഭവിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, ഈ സമയത്തെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ് ജയിലറയാണ്. ഇത് പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ഐഹികമായ ലോകം ജയിലറയ്ക്ക് തുല്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ജയിലിൽ കഴിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്ന മേഖലയാണ്. അല്ല, തന്റെ ഭാര്യയെ കാണാൻ പറ്റൂല, തന്റെ ഉമ്മയെ കാണാൻ പറ്റൂല, തന്റെ വാപ്പയെ കാണാൻ പറ്റൂല, തന്റെ കുഞ്ഞുങ്ങളെ പോലും കാണണമെന്ന് ആഗ്രഹിച്ചാൽ അത് നടപ്പിലാകുകയില്ല. തന്റെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കേണ്ട വാർദ്ധക്യമെത്തിയ ഉമ്മക്കും ഉപ്പക്കും സഹായകമായി വർദ്ധിക്കേണ്ട ഞാൻ ഈ ജയിലറിയിൽ കഴിയുന്നു എന്ന് ചിന്തിക്കുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ സഹായന? ഇതുപോലെ തന്നെ വിശ്വാസികളായ നമ്മളും ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ولا كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمر ربهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. അല്ലാഹുവും അവന്റെ റസൂലും ഒരു തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസിക്കോ ഒരു വിശ്വാസിനിക്കോ അതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ ഒരു സ്വാതന്ത്ര്യവുമില്ലെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. അത് കരുതി അവകാശങ്ങൾ ധ്വംസിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടെന്നല്ല ഈ പറഞ്ഞത്. നമ്മൾ പ്രതികരിക്കണം, നമ്മൾ ജാഗ്രത പുലർത്തണം. നാം ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കോവിഡ് രോഗം മാറാൻ വേണ്ടി നമ്മൾ യത്നിക്കണം. നാം ചികിത്സ നടത്തണം. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെയുള്ള മഹാമാരി നിങ്ങളെ പിടികൂടുമ്പോൾ ഒരു നാട്ടിലോ ഒരു വീട്ടിലോ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഒതുങ്ങി കഴിയണം. അവിടെ വെച്ച് രോഗം മാറിയാലും നിങ്ങൾക്ക് ഷഹീദിന്റെ കൂലി, നിങ്ങൾ അതിൽ മരണപ്പെട്ടാലും ഷഹീദിന്റെ കൂലി. പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ ഓരോരോ സാഹചര്യങ്ങളിലും നാം അനുഭവിക്കേണ്ടതും അനുവർത്തിക്കേണ്ടതുമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പ്രതിഫലം അതാണ് നമ്മുടെ വിഭാഗം. യഥാർത്ഥത്തിൽ നമ്മുടെ നിസ്കാരം കൊണ്ട് അല്ലാഹുവിനെ എന്ത് കിട്ടാനാണ്? ലോകത്തുള്ള എല്ലാ വിശ്വാസികളും ഒന്നടങ്കം കൃത്യമായി നിസ്കരിക്കും. എല്ലാവരും സുന്നത്ത് നിസ്കരിക്കുന്നവരും തഹജ്ജുദ് നിസ്കരിക്കുന്നവരും ദുഹാ നിസ്കരിക്കുന്നവരും ഒക്കെ ആയി മാറി. അല്ലാഹുവിന് അതിന്റെ പേരിൽ പ്രത്യേക സന്തോഷം ഇല്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇന്ന് ലോകത്തറിയപ്പെട്ട ഒരു വലിയ ഫ്രോഡിന്റെ സംസ്കാരത്തിലേക്ക് തരം താഴ്ന്നു പോയാൽ പ്രിയപ്പെട്ടവരെ അതിന്റെ പേരിൽ അല്ലാഹുവിന് വല്ല പ്രയാസമില്ല, ഒന്നുമില്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും അല്ലാഹു കോടീശ്വരനാക്കി മാറ്റിയാൽ അല്ലാഹുവിന്റെ ഖജനാവിൽ നിന്ന് ഒരു കൊച്ചു പോലും അവന്റെ ആ സമ്പത്തിന് കുറവ് വരികയില്ല. പ്രിയപ്പെട്ടവരെ, ഒരാളെയും അല്ലാഹു സമ്പത്ത് കൊടുക്കാത്ത ദരിദ്രവാസിയാക്കി ലോകത്തുള്ള മുഴുവൻ ആളുകൾ ദരിദ്രവാസിയായി എന്നതുകൊണ്ട് അല്ലാഹുവിന്റെ ഖജനാവിൽ സമ്പത്ത് കുന്നുകൂടുകയില്ല. ഇത് സ്വഹീഹ്, ഇത് ഖുദ്സിയായ ഹദീസാണ്.
അഥവാ അടിമയുടെ ഒരു പ്രവർത്തനവും അള്ളാഹുവിനെ സ്വാധീനിക്കുന്നില്ല. പിന്നെ എന്താണ് ഒരു വിശ്വാസി ചെയ്യേണ്ട ധർമ്മം? അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക. അതാണ് ഈ പറയുന്നത്. അപ്പൊ കോവിഡ് രോഗം വരുമ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം? അതിന് മാർഗരേഖയുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? ഇതിന് മാർഗരേഖയുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്താൽ ആരാധന. ഇവിടെ കല്ലിനെ ആരാധിക്കുന്നു, നമ്മളത് ശിർക്കാണെന്ന് പറയുന്നു, ബഹുദൈവ വിശ്വാസമാണെന്ന് പറയുന്നു, ബിംബാരാധന ഏറ്റവും വലിയ മഹാപാതകമാണെന്ന് പറയുന്നു. എന്നാൽ നമ്മൾ തന്നെ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഒരു കല്ലിനെ തൊട്ടുമുത്തി വഴങ്ങിയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ കഅബാലയത്തെ നാം തവാഫ് ചെയ്യുന്നത്. ഒന്ന് ശിർക്കാവുന്നു, ഒന്ന് തൗഹീദാണ്. എന്താ ഇതിന്റെ കാരണം? ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ഈ കറുത്ത കല്ലിനെ തൊട്ടുമുത്തിയതിന് ശേഷമാണ് തവാഫ് ആരംഭിക്കേണ്ടത് എന്ന് പ്രവാചകനായ മുഹമ്മദ് നബി നമുക്ക് പഠിപ്പിച്ചു തന്നപ്പോൾ അത് ആരാധനയായി. അപ്പോൾ നമ്മുടെ വിലയിരുത്തലല്ല, നന്മയും തിന്മയും നാം തീരുമാനിക്കുന്നതല്ല. ഈ ലോകത്തെ പടച്ച് പരിപാലിച്ച് നമുക്ക് വേണ്ട വെള്ളവും വായുവും സ്ഥലകാല സൗകര്യവും അധീനപ്പെടുത്തി തരുന്ന പടച്ച തമ്പുരാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് തീരുമാനിക്കാൻ അവനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അവന്റെ കൽപ്പനയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. നമ്മളതിന് ബാധ്യസ്ഥനാണ്. ഇപ്പോഴല്ലേ നമ്മൾ ഓക്സിജന്റെ വില അറിയുന്നത്? സുബ്ഹാനല്ലാഹ്, എന്ന ഒരു ചെറിയ കുട്ടി ഓക്സിജൻ എന്താണ് വില? 60 വയസ്സ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ 186 കോടി രൂപ ചെലവഴിച്ച് അവൻ ഓക്സിജൻ ശ്വസിക്കണം എന്നാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരു ദിവസം അനുഭവിക്കുന്ന ഓക്സിജന്റെ വിലയാണ്. 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ കോടാനക്കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവൻ ഓക്സിജന് കാശ് കൊടുക്കുകയാണെങ്കിൽ കാശ് കൊടുത്ത് ശ്വസിക്കേണ്ടി വരും. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും ഇതിനു വേണ്ടി ക്യാഷ് കൊടുത്തോ? നമ്മൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഇതിനു വേണ്ടി നമ്മൾ ക്യാഷ് കൊടുത്തോ? 50 വയസ്സായി 60 വയസ്സായി ശ്വസിക്കുന്ന ആളുകളുണ്ട്. ഈ കോവിഡ് രോഗം വന്ന് സ്വന്തമായ ശ്വസനക്രിയ നടപ്പിൽ വരാത്ത ഈ സമയത്ത്, സ്വന്തമായി ശ്വസിക്കാനും ഉച്ഛ്വസിക്കാനും പറ്റാത്ത ഈ സമയത്താണ് നമ്മൾ ഒരു രോഗിയായപ്പോൾ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി നമ്മൾ ഇത് അനുഭവിക്കേണ്ടി വന്നു, ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ഇന്നത്തെ നൂതന സംവിധാനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. ഇത് ഒരു ഓക്സിജന്റെ കാര്യത്തിൽ മാത്രമുള്ള ബില്ലാണെങ്കിൽ നാം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം സുബ്ഹാനല്ലാഹ്, നമ്മുടെ മുറ്റത്ത് കാണുന്ന തെങ്ങിൽ നിന്ന് നാം പറിച്ചെടുക്കുന്ന തേങ്ങകൾ, നാളികേരങ്ങൾ, അതുപോലെ കരിക്കുകൾ, ഏതെല്ലാം തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ, പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക. ഈ പ്രകൃതിയിൽ വരദാനമായി അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഈ വസ്തുക്കൾക്കെല്ലാം നമ്മൾ ഏത് ഓഫീസിൽ പോയിട്ടാണ് കാശടച്ചത് ഇത്ര കാലം? ഇല്ല. അപ്പോൾ അല്ലാഹു നമുക്ക് നൽകുന്നത് വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയേണ്ടത് പ്രിയപ്പെട്ടവരെ നമുക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് നമ്മെ പടച്ച് പരിപാലിക്കുന്ന റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം ആരാധിക്കാൻ ബാധ്യസ്ഥനാകുന്നത്. അവൻ പറയുന്നതനുസരിച്ച് നാം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നു. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് ടെൻഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ ഈ ലോകത്ത് ഉണ്ടാവുകയില്ല. എന്തിന് ടെൻഷൻ അടിക്കാൻ? ഇല്ലായ്മയാണ്. അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ഉള്ള അവസ്ഥയാണ്, അതും പരീക്ഷണമാണ്. അഥവാ ഈ ലോകത്ത് മുതലാളിമാരായ ആളുകൾ വിചാരിക്കുന്നു നമ്മളെ അല്ലാഹു തആല നല്ലോണം സേവിക്കുന്നു. അല്ല, അല്ലാഹു തആല അവന് മുതൽ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കുന്നു. നീ നിന്റെ അയൽവാസിയെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന്.
സാമ്പത്തിക ശേഷിയില്ലാത്ത ഈ മനുഷ്യന്റെ വിചാരത്തെയും വികാരത്തെയും മാനസികാവസ്ഥയും അല്ലാഹു തആല അളക്കുന്നു. സമ്പത്തില്ലാത്തത് കൊണ്ട് അവന്റെ പെരുമാറ്റവും ചിന്തയും സ്വഭാവവും അവന്റെ മാനസികമായ അവസ്ഥയും എങ്ങനെയാണ് അല്ലാഹു വിലയിരുത്തുന്നത്? الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. മരണവും ജീവിതവും എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണമായി സംവിധാനിച്ചു. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്ന വിലയിരുത്തലിനു വേണ്ടിയാണ് ഇതെല്ലാം അല്ലാഹു സംവിധാനിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഓരോരുത്തരും മനസ്സിലാക്കുക, ഈ ഐഹികമായ ലോകത്ത് നാം നിർവഹിക്കുന്ന ഏതു കാര്യങ്ങൾക്കും അല്ലാഹുവിങ്കൽ പ്രതിഫലം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഐഹികമായ ലോകത്ത് വെച്ച് അത് എന്ത് കാര്യമായാലും ശരി, അതിന്റെ പേരിൽ അത് ദുഃഖമുള്ളതാവട്ടെ സന്തോഷമുള്ളതാവട്ടെ, നാം ടെൻഷൻ അടിക്കാൻ പാടില്ല. ഒരിക്കൽ അമ്മാർ റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമത്തിലിരിക്കുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കണ്ടു. അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? സാമ്പത്തികമായി പ്രിയപ്പെട്ടവരെ ഒരു തുണിക്ക് മറുതുണിയില്ലാതെ ഒരു നേരം പോലും തന്റെ വിശപ്പടക്കാനും പട്ടിണി അകറ്റാനും ഭക്ഷണമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു സ്വഹാബത്തിന്റെ കാലഘട്ടം. അമ്മാർ റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഇവിടെ സന്തോഷിക്കാനും അല്ലെങ്കിൽ ആനന്ദിക്കാനും എന്താണ് നമുക്കുള്ളത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മാർ, നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. ഈ ദുനിയാവിൽ എന്തിന്റെങ്കിലും പേരിൽ ഒരു മനുഷ്യൻ ടെൻഷൻ അടിക്കണം. കാരണം അലി ഇബ്നു അബീ ത്വാലിബ് ചോദിച്ചു, നിങ്ങൾ ഈ ദുനിയാവില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാനീയം പറയൂ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രുചിയുള്ള ഒരു വസ്തു പറയൂ. ഇപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടത് തേനാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, ഏറ്റവും ഇഷ്ടപ്പെട്ട തേന് എന്താണ് അതിന്റെ അവസ്ഥ? അത് ഒരു ചെറിയ ജീവി അകത്താക്കി പല പുഷ്പങ്ങളിൽ നിന്നും മധു നുകർന്ന് അവസാനം അത് പുറത്തേക്ക് ഛർദ്ദിച്ചതാണ് തേന് എന്ന് പറഞ്ഞ് നമ്മൾ മാറി മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതിനെ വളരെ ലഘുവായ രൂപത്തിൽ, അഥവാ തേന് എന്ന് പറഞ്ഞ് നാം പ്രശംസിക്കുന്ന ഈ ഒരു മധുര പാനീയത്തെ, ഔഷധ വീര്യമുള്ള ഈ ഒരു പാനീയത്തെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിരത്തിൽ വിവരിച്ചു കൊടുക്കുകയാണ്. പിന്നെ പറഞ്ഞു, നിങ്ങൾ കുടിക്കുന്ന വെള്ളം അത് നിങ്ങൾ കുടിക്കുന്നുണ്ട്. ഇവിടെയുള്ള ഒരു പ്രാവശ്യം തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന് പഠിപ്പിച്ച പട്ടിയും നായയും പന്നിയും കുടിക്കുന്നു. പിന്നെ എന്താണ് ആ വെള്ളത്തിന് ഇത്ര വലിയ പ്രത്യേകത? നിങ്ങൾ കുടിക്കുന്നത് പോലെ തന്നെ ഈ ജീവികളും അത് കുടിക്കുന്നില്ലേ? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അമ്മാറിനോട് ചോദിച്ചു, ഈ ഐഹികമായ ലോകത്തെ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന വസ്ത്രമാണ് പട്ടുവസ്ത്രം. ആ പട്ടിന്റെ അവസ്ഥ, പ്രിയപ്പെട്ടവരെ, അത് പട്ടുനൂൽ മുഴുവെന്ന് പറയുന്ന കാഷ്ടിച്ച് കിട്ടുന്ന നൂലിൽ നിന്ന് ഉണ്ടാക്കുന്ന വസ്ത്രമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പിന്നെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ഏറ്റവും നല്ലത് കുതിരയാണ്. അമ്മാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് കുതിരയോട് വലിയ ഇഷ്ടമാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ സഞ്ചരിക്കുന്ന കുതിര, നിങ്ങൾ ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ പോകുമ്പോൾ കുതിരയുടെ അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ കശാപ്പ് ചെയ്യപ്പെടുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്ന ആ ഇന്നോവ വണ്ടിയോ ക്രിസ്റ്റയോ ഏതെങ്കിലും ഒരു അർക്കത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഒരു തേരി കയറിക്കൊണ്ടിരിക്കുമ്പോഴോ ഇറങ്ങിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു പോയാൽ ആ മനുഷ്യനെ ചതിക്കുഴിയിലേക്ക് കൊണ്ടുപോയി തള്ളുന്നു. പിന്നെ ഏറ്റവും വലിയ സുഖാനുഭൂതി ഏതാണ്? സ്വന്തം ഭാര്യയെ സംസർഗം നടത്തലാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അതിനെ അത് അനാവരണം ചെയ്യുന്നു. മബാലും ഫീ മബാൽ,
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എനർജിക്ക് ആവശ്യമായി അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ വേസ്റ്റുകളെല്ലാം പുറത്തിൽ നിന്ന് പുറന്തള്ളാൻ, ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഒരു അവയവവും പുരുഷന്റെയും അതുപോലെ സ്ത്രീയുടെയും ഈ രണ്ട് അവയവങ്ങൾ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അതാ സംസർഗം എന്ന് പറയുന്നതെങ്കിൽ ഐഹികമായ ലോകത്ത് സന്തോഷിക്കാനും സുഖിക്കാനും എന്തുണ്ടെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനായ അമ്മാദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അങ്ങനെ. അതുകൊണ്ട് അല്ലാഹു തആല ഇവിടെ നൽകുന്ന ഓരോ പാഠങ്ങളും അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നമുക്ക് നൽകുന്ന നിമിഷങ്ങളാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ഇസ്ലാമിലെ വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മളെ പഠിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചു. അതുകൊണ്ടാണല്ലോ ഈമാനും ഇസ്ലാമും പറഞ്ഞതിന് ശേഷം മലാക്കയായ ജിബ്രീൽ ചോദിച്ചത്, ഖിയാമത്ത് നാളിന്റെ അടയാളം എന്താണ്? എന്നാണ് ഖിയാമത്ത് നാൾ? പറയാൻ കഴിയില്ല. അതിന്റെ അടയാളങ്ങളെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ പിന്നീട് പറഞ്ഞത്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ഓരോന്നും രേഖപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ആ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, പടച്ചവനെ ലോകം അവസാനിക്കാനായി നീക്കുന്നത് നന്നാവാൻ നോക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ നൽകുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ഓവർടേക്ക് ചെയ്ത് ജീവിക്കുന്നത് കാണുമ്പോൾ കുറെ അല്ലാഹു ക്ഷമിച്ചാലും ഒരു പക്ഷേ ഒരു സമയത്ത് അല്ലാഹു അതിന് തക്കതായ ശിക്ഷ നൽകുന്നത് ദുനിയാവിൽ തന്നെ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വലഖദ് അലിംതുമുൽ ലദീന അഅ്തദൂ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറാദതൻ ഖാസിഈൻ. ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകരുതെന്ന് പറഞ്ഞ ജൂതന്മാർ അന്ന് പള്ളിയിൽ പോയി ആരാധന കർമ്മങ്ങൾ നിർവഹിക്കേണ്ട ദിവസമായിരുന്നു. പക്ഷേ അവരുടെ ഈമാൻ അടക്കാൻ വേണ്ടി അല്ലാഹു തആല ലോകത്ത് ഏറ്റവും കൂടുതൽ മീൻ ഉത്പാദിപ്പിക്കപ്പെടുന്ന ദിവസം ശനിയാഴ്ചയായിരുന്നു. അങ്ങനെ ശനിയാഴ്ചയിൽ അവരെന്ത് ചെയ്തു? ഒരു തോടുണ്ടാക്കി, അപ്പുറത്തൊരു കുഴിയുണ്ടാക്കി. പ്രിയപ്പെട്ടവരെ, ആ കുഴിയിലേക്ക് മത്സ്യങ്ങളും ചെന്ന് വീഴുന്ന ഒരവസ്ഥ. എന്നിട്ടത് ശനിയാഴ്ച പോയി കുടിക്കുന്നു. നോക്കുമ്പോ ഞങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കുന്നില്ല, ഞായറാഴ്ചയല്ലേ മീൻ പിടിക്കുന്നുള്ളൂ എന്ന് പറയാം. പക്ഷെ യഥാർത്ഥത്തിൽ ആ ദിവസം അത് പൂർണ്ണമായും മുലക്കിയതായിരുന്നു. ഒരു തലമുറ തന്നെ കഴിഞ്ഞു, രണ്ടാമത്തെ തലമുറയായി. മഹാന്മാരായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ അത് പറയുന്നു, ഫലമ്മാ ത്വാലൽ അഹദു ഇസ്തസ്നൽ അബ്നാഉ ബിസുന്നത്തിൽ ആബാഇ വഖസദുൽ അംബാ. ഒരു തലമുറ കഴിഞ്ഞിട്ട് രണ്ടാം തലമുറ എത്തിയപ്പോ അവർ ചിന്തിച്ചു, നമ്മുടെ ഈ പ്രവർത്തനത്തെ അല്ലാഹു അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കഴിഞ്ഞ കാല സമൂഹത്തിന് ഇത്രയേറെ സമ്പാദ്യം ഉണ്ടാകും. നമുക്കിപ്പോ അല്ലാഹു ശിക്ഷ ഇറക്കാനുള്ള സമയം എത്രയായി? കാലങ്ങളായി ഞങ്ങൾ ഇത് തുടരുന്നു, പക്ഷേ ഞങ്ങൾക്ക് നന്മയല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു സുപ്രഭാതത്തിൽ അവര് താമസിച്ചിരുന്ന വീടുകളിൽ നിന്ന്, കാരണം ഇതിനെ അനുകൂലിക്കുന്ന ഈ സമൂഹത്തെ എല്ലാം ഒരു മതിൽക്കെട്ടിൽ അവര് നിർത്തിയിരുന്നു. ആ സമൂഹം രണ്ട് ഭാഗമായി മാറി. അംഗീകരിക്കുന്ന ഒരു വിഭാഗം, അംഗീകരിക്കാത്ത അംഗീകരിക്കുന്ന അഥവാ ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകുന്ന ഈ വിഭാഗത്തെ ഒരു ദിവസം അവരുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രംഗം കാണാത്തപ്പോൾ മതിലിന്റെ മുകളിലൂടെ എത്തി നോക്കിയ സമയത്ത് കണ്ട കാഴ്ച എന്തായില്ല? അവരുടെ വീടുകളിൽ അവരെല്ലാവരും കുരങ്ങന്മാരായി മാറിയ അവസ്ഥയായിരുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ ചിലപ്പോൾ അവന്റെ നിയമങ്ങളെ, സീമകളെ ലംഘിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ പരീക്ഷണം ഏത് വിധത്തിൽ വരും എന്ന് പറയാൻ.
ഈ ലോകത്ത് ഏറ്റവും ഉത്കൃഷ്ടനും ഉദാത്തനുമായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും എത്ര വലിയ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രസവിക്കപ്പെട്ട സമയത്ത് തന്നെ വാപ്പയില്ല. പ്രസവിച്ച 6-ാം വയസ്സിലാകുമ്പോൾ ഉമ്മയും മരണപ്പെട്ടു. പിന്നെ തന്നെ വളർത്താമെന്ന് ഏറ്റെടുക്കുന്ന ഏതൊക്കെ ആളുകളുണ്ടോ അവരെല്ലാം അബ്ദുൽ മുത്തലിബും അബൂ ത്വാലിബും ഖദീജയും എല്ലാം ഒന്നിനു പിറകെ ഒന്നായി മരണപ്പെട്ടു. ആൺമക്കൾ 4 പേരും പ്രിയപ്പെട്ടവരെ നേരത്തെ മരണപ്പെട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന നയപ്രഖ്യാപനം നെഞ്ചിലേറ്റി പ്രബോധനം ചെയ്തതിന്റെ പേരിൽ എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വന്നു. സിദ്ദീഖുൽ അക്ബറിന്റെ കാലഘട്ടത്തിൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉഹുദിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഉഹുദ് ഇങ്ങനെ ചലിച്ചുപോയി, ഉഹുദ് ചലിക്കരുത്, നിന്റെ മുകളിൽ ഒരു പ്രവാചകനുണ്ട്, ഒരു സിദ്ദീഖുണ്ട്, 2 ഷഹീദുണ്ടെന്ന് ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ചും അലി ഇബ്നു അബീ ത്വാലിബിനെ കുറിച്ചും പറഞ്ഞപ്പോൾ, നബിയെ ഞങ്ങൾക്ക് പേടിയാണ് ഷഹീദാവുന്നത്, അതൊന്ന് ഇല്ലാതെയായി കിട്ടാൻ പറഞ്ഞു. ഇല്ല, ഷഹീദായിട്ട് തന്നെ മരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. നോമ്പുകാരനായിട്ടാണ് തന്റെ സ്വന്തം പ്രജകളിൽപ്പെട്ട ഒരു വിഭാഗം വിധ്വംസക പ്രവർത്തകരുടെ ചെയ്തികൾ കാരണം മഹാനവരുകളെ ജയിലിലടക്കപ്പെട്ടു. നോമ്പ് തുറക്കാൻ വെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ല. പിറ്റേ ദിവസവും മഹാനവരുകൾ അത്തായം പോലും കഴിക്കാതെ തലേ ദിവസത്തെ നോമ്പ് തുറക്കാതെ 2-ാം ദിവസം പ്രിയപ്പെട്ടവരെ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൻ താമസിക്കുന്ന വീടിന്റെ മേൽക്കൂരയുടെ മുകളിലൂടെ പ്രത്യക്ഷപ്പെട്ടു. ഉസ്മാൻ, നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണമെങ്കിൽ തരാം, പക്ഷേ നോമ്പ് തുറക്കാൻ നിങ്ങളെ ഞങ്ങൾ കാത്തു നിർത്തുകയാണ് സ്വർഗത്തിൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ? ചരിത്രത്തിൽ 3-ാമത്തെ ഖലീഫയാകാൻ നിയോഗമുണ്ടായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വന്തം സമൂഹത്തിന്റെ കിരാതമായ അക്രമങ്ങളാൽ നോമ്പുകാരനായി കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ റുഖയ്യ ബീവിയെ വിവാഹം ചെയ്ത് റുഖയ്യ ബീവി മരണപ്പെട്ടതിന് ശേഷം ഉമ്മു കുൽസൂമിനെ കൂടി വിവാഹം ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ദുന്നൂറൈനി, 2 പ്രകാശത്തിന്റെ ഉടമ, ഒരു പ്രവാചകന്റെ 2 മകളെ ചരിത്രത്തിൽ വിവാഹം കഴിക്കാൻ അവസരം ലഭിച്ച ഒരേ ഒരു നേതാവാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്തെല്ലാം നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്തെല്ലാം. ഇതെല്ലാം അവരുടെ ഐഹികമായ ലോകത്ത് എന്തനുഭവിക്കേണ്ടി വന്നാലും പാരത്രിക ജീവിതത്തിൽ ഇതിനെല്ലാം അർഹമായ പരിഗണനയും പ്രതിഫലവും ഉണ്ടാകുമെന്ന ഉൾക്കരുത്താണ് പ്രിയപ്പെട്ടവരെ അവരെ പറഞ്ഞുകൊണ്ടുവരുന്നത്. പ്രയാസങ്ങളും ദുഃഖങ്ങളും നേരത്തെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നാം അതിനനുസരിച്ചുള്ള ജീവിതം ചിട്ടപ്പെടുത്തും വേണ്ടി. ലോകത്ത് ഇനി ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. ലോകം ഓരോ ദിവസവും സങ്കീർണമായ അവസ്ഥയിലേക്ക് കൂത്തുമ്പോഴും എന്റെ ശബ്ദം ശ്രമിക്കുന്ന വിശ്വാസികളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരേ ഒരു ഹദീസിന്റെ വചനമാണ്, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റുൻ യഹ്തസബീ. എന്റെ ഉമ്മത്ത് ഫസാദാകുന്ന സമയത്ത് സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് 1 അല്ല 2 അല്ല 100 രക്തസാക്ഷികളുടെ പ്രതിഫലം ഉണ്ടാകുമെന്ന് പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഏത് രൂപത്തിൽ നോക്കിയാലും വിശ്വാസത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നാം നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കുക, നല്ലവരായി ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നാം പ്രതിജ്ഞാബദ്ധരാകുക. നാം നല്ല അമലുകൾ ചെയ്യുമ്പോൾ അത് മാത്രമാണ് നമ്മുടെ കൂട്ടുകാരൻ ഖബറിലെത്തുമ്പോഴും മഹ്ശറയിലെത്തുമ്പോഴും സിറാത്ത് പാലം വിട്ടുകിടക്കുമ്പോഴും എല്ലാം നമ്മുടെ പങ്കാളിയും നമ്മുടെ കൂട്ടാളിയും നമ്മുടെ സന്തത സഹചാരിയും നമ്മുടെ സൽക്കർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കൂട്ടുകാരുടെ പരിചയപ്പെടുത്തി. ഒരാൾ നിങ്ങൾ മരിച്ചു എന്നറിയുമ്പോൾ നിങ്ങളെ വിട്ടുപിരിയും. മറ്റൊരാൾ ഖബറിന്റെ മുകളിൽ ചെടി കുത്തിക്കഴിഞ്ഞാൽ വിട്ടുപിരിയും.
മൂന്നാമത്തെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മരണത്തിലും അനുഗമിക്കുന്നു. ആരാണ് 3 കൂട്ടുകാരൻ? ഒന്ന് നിങ്ങളുടെ സമ്പത്ത്, മരിച്ചാൽ നിങ്ങളുടേതല്ലാതെയായി. രണ്ടാമത്തെ കൂട്ടുകാരൻ നിങ്ങളുടെ കുടുംബക്കാർ, ഖബറിന്റെ മുകളിൽ ചെടി കുത്തി തസ്ബീഹ് ചൊല്ലി തൽഖീൻ ഓതുന്നത് വരെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ അവർ മാറി നിൽക്കുന്നു. മൂന്നാമത്തെ കൂട്ടുകാരൻ നമ്മുടെ അമലാണ്. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ഉണർച്ചയിലും നമ്മുടെ മരണത്തിലും മഹ്ശറയിലും ഖബറിലും അതുപോലെ സിറാത്ത് പാലത്തിൽ നടക്കുന്ന സമയത്ത് പോലും നമുക്ക് പ്രകാശം നൽകുന്നത് നാം നിർവഹിച്ച സൽക്കർമ്മങ്ങളുടെ ജ്വാലയാണ്. പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ നാം ആലോചിക്കുക, നല്ലവരായി ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. പലതരത്തിലുള്ള രോഗങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായ പനി അനുഭവിച്ച് പ്രിയപ്പെട്ടവരെ, അതാ മഹാനവറുകൾ മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പായി പല വിധത്തിലുള്ള വേദനകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ചെല്ലുന്നു. വഹുവ യുഅഖു വഅകൻ ശദീദൻ, റസൂലുള്ളാഹി ശക്തമായ പനി അനുഭവിക്കുകയാണ്. വഖുൽതു, ഞാൻ ചോദിച്ചു, ഇന്നക ലതുഅഖു വഅകൻ ശദീദൻ, നിങ്ങൾ നല്ല ശക്തമായ പനി അനുഭവിക്കുകയാണല്ലോ നബിയേ. ഇന്നദാക ബിഅന്ന ലക അജ്റൈൻ, നിങ്ങൾക്ക് ഇരട്ടി പനി, എല്ലാവരും അനുഭവിക്കുന്ന പനിയേക്കാൾ ശക്തമായ പനി നിങ്ങൾ അനുഭവിക്കുന്നത് കൂടുതൽ കൂലി ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതെ, മാ മിൻ മുസ്ലിമിൻ യുസീബുഹു അദൻ ഇല്ലാ ഹാത്തല്ലാഹു വൽ ഖത്വായ കമാ തുഹാത്തു വറഖു സജരി. ഉണങ്ങിയ ഇലകൾ ഒരു വൃക്ഷത്തിൽ നിന്ന് ഉതിർന്ന് വീഴുന്നത് പോലെ പനി അനുഭവിക്കുന്ന ശരീരത്തിൽ പാപങ്ങൾ ഉതിർന്ന് വീഴുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം കൂടി പറഞ്ഞു ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമുക്കറിയാം, ഒരു പെണ്ണ് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, കരിമ്പിച്ചി പെണ്ണ്, നല്ല തീരെ ഭംഗിയില്ലാത്ത ഒരു കറുകറുത്ത പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ബോധക്കേട് സംഭവിക്കാറുണ്ട് നബിയേ. ആ ബോധക്കേട് സംഭവിച്ചാൽ ഞാൻ ബോധരഹിതയായി വീഴും. എന്റെ അവർക്ക് പലപ്പോഴും വെളിയിൽ കാണുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് എന്റെ രോഗം മാറാൻ ദുആ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ ദുആ ചെയ്താൽ രോഗം മാറും, പക്ഷേ നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് അതുകൊണ്ട് സ്വർഗ്ഗം ലഭ്യമാകുമെന്ന് പറയുമ്പോൾ ആ സഹോദരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, എങ്കിൽ പിന്നെ എന്റെ അവറത്ത് വെളിവാകാതിരിക്കാൻ ദുആ ചെയ്യണം, രോഗം ഞാൻ ക്ഷമിച്ചോളാം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് ആ സഹോദരി എണീറ്റു പോകുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അലാ ഉരിയക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്നതി, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന് ഉറപ്പുള്ള ഒരു പെണ്ണിനെ കാണാൻ ആഗ്രഹമുള്ളവർ നോക്കിക്കോളൂ ആ സഹോദരിയിലേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ കാര്യം? അല്ലാഹു തആല കൊടുത്ത ആ ഒരു മുസീബത്തിന്റെ പേരിൽ ക്ഷമിക്കാൻ തയ്യാറായതിന്റെ പേരിൽ അല്ലാഹു വിശാലമായി സ്വർഗ്ഗം നൽകുകയാണ്. അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുമ്പോൾ അതിൽ ക്ഷമിക്കാനുള്ള മനസ്സ്, സഹിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മുടെ പാരത്രിക വിജയത്തിൽ വലിയ മുതൽക്കൂട്ടാണെന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെയുള്ള വലിയ പ്രയാസങ്ങളായ കടമ്പകൾ സഹിച്ച് മുന്നേറിയവരാണ് മഹാന്മാരായ നമ്മുടെ ഔലിയാക്കൾ. മഹാനായ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനവറുകളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കറാമത്തുകൾ മാത്രമേ ഉള്ളൂ. ഞാനൊരൊറ്റ കറാമത്ത് എന്റെ ഉമ്മക്കുണ്ടായ സംഭവം ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ ഉമ്മയുടെ തൊണ്ടയിൽ ഒരു വലിയ മുഴ രൂപപ്പെട്ടു. മുഴ എന്ന് പറയുമ്പോൾ ചെറുതൊന്നുമല്ല, ഒരു വലിയ മുഴ. അങ്ങനെ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് ഓപ്പറേഷന് വിധേയമാക്കണമെന്ന് പറഞ്ഞു. നാളെ അതിന്റെ ഡേറ്റ് ഫിക്സ്ഡ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കുമ്പോൾ സി.എം. വലിയുല്ലാഹി എന്ന ഹയാത്തിലുള്ള സമയമാണ്. പ്രിയപ്പെട്ടവരെ, മഹാനവറുകളുടെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നാളെ ഓപ്പറേഷന് പോവുകയാണ്, അതുകൊണ്ട് ദുആ ചെയ്യണം. മഹാനവറുകൾ ഇത് കേട്ട ഉടനെ കിടക്കപ്പായയിൽ നിന്ന് ചാടിയ എണീറ്റുകൊണ്ട് പറഞ്ഞു, ആരടാ മനുഷ്യന്റെ ശരീരം കീറിമുറിക്കുന്നത്? അവൻ ആരാ ഇത് അധികാരം കൊടുത്തത്? അവനോട് പറയണം കീറിമുറിക്കരുത്, ആ ലോകം
റഹ്മാൻ ശിഫയാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ആ മുഴ ഉണ്ടയിൽ കാണാം. ഇങ്ങനെ എത്ര കറാമത്തുകൾ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കറാമത്തുകൾ തന്റെ വാക്കിലൂടെ ഒന്ന് പ്രവചിക്കേണ്ട സമയം പ്രിയപ്പെട്ടവരെ അതെല്ലാം ഇല്ലാതെയാതെ വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് തീരുമാനിക്കപ്പെടുന്ന പ്രവചനങ്ങളായി അവിടുത്തെ വാക്കുകളെല്ലാം അതുപോലെ നമ്മുടെ നാട്ടിൽ 40 വർഷക്കാലം നടത്തിയ താനൂർ ഷേഖിന്റെ പേരക്കുട്ടിയും കൂടിയായ അബ്ദുള്ള മുസ്ലിയാർ ഇന്ന് മഖ്ദൂമുമാരുടെ പുതിയപ്പിളയായതുകൊണ്ട് മഖ്ദൂം പള്ളിയുടെ പൊന്നാനിപ്പള്ളിയുടെ ചാരത്താണ് മഹാനമായ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവരുടെ നമ്മുടെ നാട്ടിലെ ഒരുപാട് കാലത്തെ കൂടിയായി മഹാനവരുടെ അനുസ്മരിച്ചുകൊണ്ട് ഒരുപാട് കറാമത്തുകൾ കുറ്റിക്കടവ് ഭാഗത്തുള്ള പ്രദേശത്തുകാർക്ക് പറയാനുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുകയല്ല. അവരുടെ അനുസ്മരണത്തോട് അനുബന്ധിച്ചാണ് ഇവിടെ പരിപാടികൾ നടത്തി വിപുലമായിട്ട് തന്നെ ആണ്ട് നേർച്ചയിൽ ഭക്ഷണ വിതരണം മുസ്ലിങ്ങളും അല്ലാത്ത മതസ്ഥരും എല്ലാം സഹകരിച്ചു വിപുലമായി നടത്താറുണ്ട്. പക്ഷേ ഈ വർഷവും കഴിഞ്ഞ വർഷവും സോഷ്യലായിട്ട് നടത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഓൺലൈനിലൂടെയെങ്കിലും അവരനുസ്മരിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് അവസരോചിതമായ ചിന്തകളുമായി ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഓൺലൈനിൽ എത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടിക്ക് വേണ്ടി മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളുടെയും എല്ലാ നല്ല കരങ്ങളുടെയും അല്ലാഹു ശക്തിപ്പെടുമാറാവട്ടെ. അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിന് സ്വീകരിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഈ മഹാന്മാരുടെ ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തകർക്കും അർഹമായ ഈ പരിപാടി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഏതാനും പ്രവർത്തകർ ഇവിടെ വീട്ടിലെത്തി സമയം വൈകിയതുകൊണ്ട് വ്യക്തിപരമായി അവരെ പരിചയപ്പെടാൻ പറ്റിയില്ല. അവരുടെ പേരൊന്നും എനിക്കറിയില്ല. ഏതായാലും അൽഹംദുലില്ലാഹ് വളരെ നല്ല നിഷ്കളങ്കമായ പ്രവർത്തനം അവർ നടത്തുന്നു. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരെയും നമ്മെയും അതുപോലെ നമ്മുടെ മുൻ വഴിത്താരയിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിച്ചു പോയ എല്ലാ മഹാന്മാരോടൊപ്പം നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും അവന്റെ വിശാലമായ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശാലമായി പ്രഭാഷണം നടത്തേണ്ട ഒരു വേദി അല്ലാതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൂടിയായ അബ്ദുൽ ഖാദിർ മിസ്ബാഹി വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോഗ്രാം ഇവിടെ തയ്യാർ ചെയ്തിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഒരിക്കൽ കൂടി ദുആ ചെയ്യാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.